ഒരു സിനിമയിൽ ആദ്യം ഒരാളെ അഭിനയിക്കാൻ വിളിക്കുന്നു. പിന്നീട് പല കാരണങ്ങളാൽ ആ നടനെ മാറ്റി മറ്റൊരു നടനെ ആ സിനിമയിൽ കൊണ്ടുവരുന്നു. അങ്ങനെ മാറ്റിയ നടന്മാരും അതിന്റെ കാരണങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്മേറ്റ്സ് സിനിമയിൽ നരേൻ അവതരിപ്പിച്ച മുരളി എന്ന കഥാപാത്രം ചെയ്യേണ്ടിയിരുന്നത് കുഞ്ചാക്കോ ബോബനായിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ കുഞ്ചാക്കോ ബോബന് സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കാതെ വരികയും ഈ വേഷം നരേനിലേക്ക് എത്തുകയുമായിരുന്നു. ചതിക്കാത്ത ചന്തു സിനിമയിൽ ചന്തു എന്ന വേഷം ചെയ്യേണ്ടിയിരുന്നത് നടൻ ദിലീപായിരുന്നു. എന്നാൽ ദിലീപിന് ഡേറ്റ് ഇല്ലാത്തതിനാൽ ജയസൂര്യയിലേക്ക് ഈ വേഷം പോവുകയായിരുന്നു. മെമ്മറീസ് സസ്പെൻസ് ത്രില്ലർ സിനിമയായ മെമ്മറീസിൽ പൃഥ്വിരാജിന്റെ വേഷം ചെയ്യേണ്ടിയിരുന്നത് നടൻ മമ്മൂട്ടിയായിരുന്നു. എന്നാൽ മമ്മൂട്ടി മറ്റു സിനിമകൾ ഏറ്റെടുത്തിരിക്കുന്നതുകൊണ്ട് ഡേറ്റ് ഇല്ലാത്തതിനാൽ പൃഥ്വിരാജിലേക്ക് ഈ സിനിമ എത്തി. ദൃശ്യം ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത സസ്പെൻസ് ത്രില്ലർ സിനിമയാണ് ദൃശ്യം. സിനിമയിലെ മോഹൻലാലിന്റെ ജോർജ് കുട്ടിയുടെ വേഷം ചെയ്യേണ്ടിയിരുന്നത് മമ്മൂട്ടിയായിരുന്നു. എന്നാൽ മമ്മൂട്ടിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് മോഹൻലാൽ ഈ വേഷം ചെയ്തത്. മല്ലു സിംഗ് സിനിമയിൽ ഉണ്ണി മുകുന്ദൻ അവതരിപ്പിച്ച ഹരി എന്ന വേഷം ചെയ്യേണ്ടിയിരുന്നത് നടൻ പൃഥ്വിരാജായിരുന്നു. ഉണ്ണി മുകുന്ദൻ ചെയ്യേണ്ടിയിരുന്ന വേഷം ആസിഫ് അലി അവതരിപ്പിച്ച വേഷമായിരുന്നു. എന്നാൽ പൃഥ്വിരാജിന് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചില്ല. പിന്നീട് ഉണ്ണി മുകുന്ദൻ ആ വേഷം ചെയ്തു. ഒരു CBI ഡയറിക്കുറിപ്പ് സിനിമയിലെ സേതുരാമയ്യർ എന്ന വേഷം ചെയ്തത് മമ്മൂട്ടിയാണ്. എന്നാൽ മോഹൻലാലായിരുന്നു സിനിമയുടെ കഥ ആദ്യം കേൾക്കുന്നത്. എന്നാൽ മോഹൻലാൽ ഈ വേഷം ചെയ്യുന്നില്ലെന്ന് വെക്കുകയും മമ്മൂട്ടിക്കാണ് ഈ വേഷം കൂടുതൽ ചേരുക എന്ന് പറയുകയായിരുന്നു. ഡാർലിംഗ് സിനിമയിൽ വിനീത് അവതരിപ്പിച്ച വേഷം ചെയ്യേണ്ടിയിരുന്നത് നടൻ കുഞ്ചാക്കോ ബോബനായിരുന്നു. എന്നാൽ പിന്നീട് കുഞ്ചാക്കോ ബോബൻ ഈ സിനിമയിൽ നിന്ന് ഒഴിയുകയും വിനീത് ആ വേഷത്തിലേക്ക് എത്തുകയുമായിരുന്നു. സപ്തമശ്രീ തസ്കര പൃഥ്വിരാജ് അവതരിപ്പിച്ച വേഷം ചെയ്യേണ്ടിയിരുന്നത് ഫഹദ് ഫാസിലായിരുന്നു. എന്നാൽ ഫഹദ് ഫാസിൽ കഥ കേൾക്കുകയും എന്നാൽ നടന് ഈ കഥ ഇഷ്ടപ്പെടാതെ വരികയും ചെയ്തതോടെ പൃഥ്വിരാജ് ഈ വേഷം ചെയ്തു.